നമസ്കാരം. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചശക്തികളെ എങ്ങനെ ഉപയോഗിക്കാം? ഇതുവരെ പൂർണ്ണമായി നാം മനസ്സിലാക്കിയിട്ടില്ലാത്ത പ്രപഞ്ചം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നതും അതേസമയം തന്നെ പ്രപഞ്ച നിയമങ്ങൾ ഒട്ടും തന്നെ വ്യതിചലിക്കാതെ നിലനിൽക്കുന്നവയുമാണ്. സ്ഥിരമായ ഈ നിയമങ്ങളാണ് നമ്മളെയും ഈ മഹാഗോളത്തെയും എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്ര സമൂഹങ്ങളെയും നമുക്ക് തികച്ചും അപരിചിതമായ മറ്റു വിദൂര ഗ്രഹങ്ങളെയും ഭരിക്കുന്നത്. നാം നിവസിക്കുന്ന ഈ ഭൂമിയുടേതും നമ്മുടെ ദൃഷ്ടിക്കോ നാം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ വികസിപ്പിച്ചിട്ടുള്ള മറ്റു വിദൂര നിരീക്ഷണ സംവിധാനങ്ങൾക്കും അതീതമായ പ്രപഞ്ച നിയന്ത്രണ സംവിധാനങ്ങളുടെ സൃഷ്ടി ആരാണ്? നമുക്ക് ഗോചരമല്ലാത്ത, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത മറ്റ് ഗ്രഹങ്ങളിലെ താമസക്കാർ ആരാണ്? നമ്മുടെ ചിന്തകളോടോ ആകാര പെരുമാറ്റങ്ങളോടോ ബുദ്ധിശക്തിയോടോ കിടപിടിക്കുന്നവരാണോ അവർ? നമ്മുടേതുപോലെയുള്ള ജീവനും ശരീരവും വംശവർധന പ്രക്രിയകളും തന്നെയൊക്കെയാണോ അവർക്കെല്ലാം? അവർ സഞ്ചരിക്കുന്നത് കാലുകൾ ഉപയോഗിച്ചിട്ടാണോ അതോ ഇഴഞ്ഞാണോ? അവർക്ക് ചിറകുകളുണ്ടോ? അതുമല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന വിമാനങ്ങളും മറ്റ് ഗതാഗത സൗകര്യങ്ങളുമെല്ലാം അവരും കണ്ടുപിടിച്ചിട്ടുണ്ടാവുമോ? ഈ മഹാപ്രപഞ്ചത്തിലെ എല്ലാവിധ ദിവ്യവും ജൈവവും മറ്റ് അചേതനങ്ങളായ വസ്തുക്കളും നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ ജീവജാലങ്ങളും, എന്തിന് നമുക്ക് ഒരു പേര് നൽകി വിശദീകരിക്കാൻ പോലും കഴിയാത്ത സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ഈ പ്രപഞ്ച നിയമങ്ങളെ അനുസരിക്കേണ്ടതില്ലേ? പ്രപഞ്ചവും പ്രപഞ്ച നിയമങ്ങളും ഇവയെല്ലാം സൃഷ്ടിച്ച പ്രപഞ്ചശക്തിയോ അതോ പ്രപഞ്ചശക്തികളോ ആണോ നമ്മുടെ എല്ലാം ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത്? ആ മഹാശക്തികൾ തന്നെയാണോ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, ഉടച്ചുവാർക്കുന്ന, സംഹരിക്കുന്ന, സന്തുലിതപ്പെടുത്തുന്ന ആ ശക്തികളെ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ, കർമ്മങ്ങളെയെല്ലാം ഉദ്ധരിക്കുന്ന, സംശുദ്ധീകരിക്കുന്ന ഗുണബലങ്ങളെല്ലാം അനുഭവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ശക്തികളാക്കി മാറ്റുവാൻ സാധിക്കുക? മേൽപ്പറഞ്ഞ മഹാപ്രപഞ്ചശക്തികളെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ആ ശക്തികളെ നമ്മുടെ ചിന്തകളാലോ പ്രവൃത്തികളാലോ അലോസരപ്പെടുത്തി എന്തിനാണ് ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നത്, പ്രപഞ്ചതാളം തെറ്റിക്കുവാൻ അനുവദിക്കുന്നത്? എന്തിനാണ് നമ്മുടെ സമാധാനപൂർണമായ മനോഹരമായ ജീവിതം ഉന്മൂലനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? നാം ജീവിക്കുന്ന ഈ ജലഗ്രഹത്തിൽ മാത്രമല്ലായിരിക്കാം വിനാശകാരികളായ അഗ്നിപർവ്വതങ്ങളും നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള സംഹാര സംവിധാനങ്ങളും ഉള്ളത് അല്ലേ? നാം അറിയുവാൻ നമുക്ക് ഒട്ടും തന്നെ സമയം അനുവദിക്കാത്ത തരത്തിലുള്ള അപ്രാപ്യമായ ഈ പ്രപഞ്ചശക്തികൾ, ഇതിൻ്റെ എല്ലാം മഹാരഹസ്യങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ആരാണിതൊക്കെ സംരക്ഷിക്കുന്നത്? ഒരു വിത്തെടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമോ അത് എത്രമാത്രം വലിയ ചെടിയോ വൃക്ഷമോ ആയി എത്ര കാലം തളിർത്ത് പുഷ്പിച്ച് കായ്ച്ച് ചേതനയോടെ ഉണ്ടാവുമെന്ന്? അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ, അതോ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സിലാണോ? ചിന്തിക്കേണ്ട വസ്തുതയാണ്. നമ്മുടെ ജനനം, ജീവിതചക്രം, നിയോഗം, മരണം അല്ലെങ്കിൽ അവസാനം, മോക്ഷം തുടങ്ങിയവയുടെയെല്ലാം രഹസ്യങ്ങൾ ക്രോഡീകരിച്ച് ശേഖരിച്ചിട്ടുള്ളത് ശാസ്ത്രം എത്ര തന്നെ വളർന്നുവെന്ന് അവകാശപ്പെട്ടാലും ജീവൻ്റെ, ജീവിതത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ താളവും ക്രമവും അതിൻ്റെ അർത്ഥവും യാതൊന്നും തന്നെ മനസ്സിലാവുന്ന തലത്തിലെത്തിയിട്ടില്ലെന്ന് പറയാം. ഇങ്ങനെ നമ്മുടെ ജനനം, ജീവിതചക്രം, മരണം,
ഇതെല്ലാം തന്നെ പൂർവനിശ്ചിതമായ, അതായത് മുൻപേ നിശ്ചയിക്കപ്പെട്ട തരത്തിൽ ഒരു പ്രപഞ്ച സംവിധാനത്തിൽ അധിഷ്ഠിതമാണെന്ന് തന്നെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇതെല്ലാം തന്നെ മനസ്സിലാകും വിധം അനുഭവിക്കുവാനും സാധിക്കും. തുടർന്ന് നമ്മുടെ ജീവിതം എങ്ങനെയായി തീരണം, എന്തൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത്, ചെയ്തു തീർക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യുവാൻ പാടില്ലാത്തത് എന്നൊക്കെ അറിയുവാനും അതെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കും. ഈ പ്രപഞ്ചശക്തികളെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കി പ്രപഞ്ച നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ധർമ്മം. നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചശക്തികളും രഹസ്യങ്ങളും അടങ്ങുന്ന അഗോചരമായ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒന്നാണ്. സമയപരിമിതികളില്ലാത്ത പ്രപഞ്ചശക്തികളെ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും അഭിവൃദ്ധിയും നിലനിൽപ്പും കൈവരുന്നു. ഈ പ്രപഞ്ചശക്തികളെ അനുസരിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമേ നന്മയുള്ള, ഹിംസാത്മകമല്ലാത്ത ഒരു ജീവവൃന്ദം ഉണ്ടാവൂ. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന സർ ഐസക് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. പ്രപഞ്ചശക്തികളുടെ പരിപാലനവും നടപ്പിലാക്കലുമെല്ലാം പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ നമ്മെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രപഞ്ച നിയമങ്ങളും രഹസ്യങ്ങളും അറിഞ്ഞ് ഈ ശക്തികളെ വളരെ കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുന്നതിലൂടെയാണ് നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും കർമ്മഫലങ്ങൾ ഫലവത്താവുന്നത്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് കർമ്മം. അതിലൂടെ കിട്ടുന്നതാണ് കർമ്മഫലം. കൊടുമുടികളും അളവറ്റ ജലസമ്പത്തും വൈവിധ്യവുമുള്ള ജീവജാലങ്ങളും മനോഹരമായ പ്രകൃതിയുമുള്ള ഈ മഹാഗോളം അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഒട്ടും ഭംഗം വരാതെ നമുക്ക് പരിപാലിക്കാം. നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുവാൻ, ജീവിത വിജയം കൈവരിക്കുവാൻ, പ്രപഞ്ചശക്തികളെ നിരീക്ഷിക്കുവാനും മനസ്സിലാക്കുവാനും ഉപയോഗപ്പെടുത്തുവാനുമുള്ള അമൂല്യമായ അറിവുകൾ നേടുവാനും അഗ്നിഹോത്രി ജീവിത നിയോഗ രഹസ്യങ്ങൾ മനസ്സിലാക്കൂ. അഗ്നിഹോത്രി ജീവിത നിയോഗ രഹസ്യങ്ങൾ മനുഷ്യ നന്മയ്ക്ക്, പ്രപഞ്ച പരിപാലനത്തിന്. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.